വളർച്ചയുടെ ചാലക ശക്തികളായി ഗ്രാമീണ ജനത മാറുന്ന സുന്ദരമായ ഒരു കാലമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് കാണുന്നത്. ലോകത്തിലാകമാനം വിശ്വഗുരു, ലോകത്തിലെ ആകമാനം നയിക്കുവാൻ കഴിയുന്ന കെട്ടുള്ള രാഷ്ട്രമായി നമ്മുടെ ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. ആകെയുള്ള മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിൽ ഇന്നലെ പുറത്തു വന്ന കണക്കനുസരിച്ച് അമേരിക്കയും റഷ്യയെയും പിന്തള്ളി ഭാരതം ഒന്നാമതാവുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഭാരതീയ പൈതൃകമുള്ളവർ ഭരണത്തിൽ വരുന്നു. ലോകത്തിലെ ബഹുരാഷ്ട്ര സംവിധാനങ്ങളുടെ തലപ്പത്തേക്ക് ഭാരതീയർ കടന്നു വരുന്നു. ഭാരതത്തിന്റെ യുവശക്തി ലോകത്തെ അമ്പരപ്പിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുപോകുന്നു. അങ്ങനെ ഭാരതം ലോകത്തെ നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഈ തലമുറയിലെ പ്രവർത്തകർ എത്തി നിൽക്കുന്നത് എന്നത് ഏറെ ചാരിതാർത്ഥ്യജനകമാണ് എന്ന് മാത്രമല്ല ഒട്ടേറെ വെല്ലുവിളികളെയും നമ്മുടെ മുമ്പിൽ സമ്മാനിക്കുന്നു. കാരണം ഈ അന്തരീക്ഷം എല്ലായിടത്തും ചർച്ചാ വിഷയം RSS ആണ്, എല്ലായിടത്തും സംസാരം RSS ആണ്. അതേ ചന്ദ്രായനിൽ ലാൻഡിംഗ് പോയിന്റിൽ വേടുമ്പോൾ അതിന്റെ പിന്നിൽ RSS ആണ്. അയോധ്യയിൽ രാമക്ഷേത്രം പണിതാൽ അതിന്റെ പിന്നിൽ RSS ആണ്. എല്ലാത്തിന്റെയും പിന്നിൽ RSS ആണ്. എല്ലായിടത്തും RSS നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ ആകാശത്തിലും അന്തരീക്ഷത്തിലും മാത്രം രാഷ്ട്രീയ സ്വയംസേവക സംഘം നിറഞ്ഞു നിന്നാൽ പോരാ. ഗ്രാമങ്ങളിൽ, ഗ്രാമങ്ങളുടെ ജനങ്ങളിൽ, അവിടുത്തെ ഗ്രാമീണ സംവിധാനങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായ, പ്രഖ്യാപിത പ്രവർത്തനമായ വ്യക്തി നിർമ്മാണം എന്ന പ്രവർത്തനത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയാം. അതാണ് വെല്ലുവിളി ഉണ്ടെന്ന് പറഞ്ഞത്. ചാരിതാർത്ഥ്യം വേറെ ഉണ്ടെങ്കിലും ഈ വെല്ലുവിളി കാലം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. അതുകൊണ്ട് ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ കൃത്യമായി ശാഖ നടത്തുക, സ്വയംസേവകരെ അണിനിർത്തുക, നല്ല നല്ല വ്യക്തിത്വങ്ങളെ സൃഷ്ടിക്കുക. അത്തരം നല്ല വ്യക്തിത്വങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതലായി പ്രവർത്തകർ പ്രവർത്തിക്കാൻ തയ്യാറായി വരിക. നാം കാണുക തന്നെ ഈ ഭാരതം വിശ്വവിജയിയായിത്തീരുന്ന, വിജയശാലിയായിത്തീരുന്ന ഒരു മുഹൂർത്തത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഈ കഴിഞ്ഞ 7 ദിവസത്തെ പ്രവർത്തന നാടിനോടുള്ള അനമ്യമായ സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രതിബദ്ധരായി പ്രവർത്തിക്കുവാൻ എത്ര പേര് രംഗത്ത് വന്നു. നമ്മുടെ രാഷ്ട്രം എങ്ങനെ സ്വയം ഉയർന്ന് വളർന്നു വന്നു എന്നതിന് നിരവധിയായ തെളിവുകളും. ഈ നാട് ഇന്നലകളുടെ മൂല്യ അന്തരീക്ഷത്തെ അതിജീവിച്ചുകൊണ്ട്, ആ പ്രചണ്ഡമായ ഇരുട്ടിനെ അതിജീവിച്ചുകൊണ്ട് അതിന്റെ ദേശീയ സ്വത്വം തിരിച്ചറിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്ന രാമന്റെ പ്രാണപ്രതിഷ്ഠ. 500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ മതങ്ങളില്ലാതിരുന്ന കാലത്ത്, മനുഷ്യൻ മതങ്ങളുടെ പേരിൽ വേർതിരിയാതിരുന്ന കാലത്ത്, അങ്ങ് ത്രേതായുഗത്തിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനായി ജീവിച്ചു. രാജകീയമായ എല്ലാ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞിട്ട് ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് ലോകത്തോട് പറയുവാൻ വേണ്ടി അണുവായി അദ്ദേഹം പോരാടി. അദ്ദേഹത്തിന്റെ അച്ഛനെ ബഹുമാനിച്ചു, അദ്ദേഹത്തിന്റെ അമ്മയെ ബഹുമാനിച്ചു, തന്റെ തള്ളിപ്പറഞ്ഞ കുഞ്ഞമ്മയെയും ബഹുമാനിക്കുവാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. തന്റെ സഹോദരന്മാരെ ചേർത്ത് നിർത്തി, തന്റെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും തന്നോട് ചേർത്തു. മനുഷ്യനാണോ മൃഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ രൂപാന്തരപ്പെട്ടു വന്ന മാനവനെയും കൂടെ നിർത്തി, എല്ലാവരെയും കൂടെ നിർത്തി ഏകാഗിയായി കാലത്തിലൂടെ കാൽനടയായി പോയി ധർമ്മത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. എത്രയായാലും തീർന്നു പോകാത്ത തരത്തിൽ തലകളുള്ള രാവണൻ, ഒന്നൊഴിഞ്ഞാൽ വീണ്ടും ഉയർന്നു വരുന്ന രാവണൻ, അധർമ്മത്തിന്റെ ഓരോ തലയാക്കി വീഴുമ്പോഴും മറ്റൊന്നാം സ്ഥാനത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന അധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമായ രാവണനെതിരെ രാമൻ എന്ന ഏകാഗി നടത്തിയ ധാർമ്മിക പോരാട്ടം മുഴുവൻ ഭാരതത്തിലെയും ജനസമൂഹങ്ങളുടെ പോരാട്ടമായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഭാരതീയ സമൂഹം ലോകത്തോട് പറഞ്ഞത് രാമനെ പോലെ ജീവിക്കണമെന്നുള്ളതായിരുന്നു. അച്ഛന് വേണ്ടി ജീവിക്കണം, സഹോദരന് വേണ്ടി ജീവിക്കണം, ധർമ്മത്തിന് വേണ്ടി ജീവിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. തനിക്ക് ഉള്ളതിനെയും കൊടുത്ത് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന മര്യാദാ പുരുഷോത്തമനായ രാമൻ
ഈ നാട് ഒരു മതത്തിന്റെ പ്രതീകമായിരുന്നില്ല, ഈ നാട് ഒരു വിഭാഗത്തിന്റെ പ്രതീകമായിരുന്നില്ല, മറിച്ച് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്നു. ആ സംസ്കാരത്തിന്റെ പ്രതീകത്തെയാണ് ബാബർ എന്ന വൈദേശികനായ അക്രമി തകർത്തത്. വൈദേശികനായ ബാബർ തകർത്തത് മുസ്ലിങ്ങളെ രക്ഷിക്കാനായിരുന്നില്ല. അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കപ്പെട്ടാൽ മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെടുമായിരുന്നില്ല, മുസ്ലിങ്ങളോടുള്ള സ്നേഹവുമായിരുന്നില്ല. ബാബർ കടന്നു വന്നത് ഇബ്രാഹിം ലോധി എന്ന ഭാരതത്തിലെ മുസ്ലിം ഭരണാധികാരിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടൊരു മുസ്ലിം രക്ഷകനായിരുന്നില്ല ബാബർ. ബാബർ കടന്നു വന്നപ്പോൾ ലക്ഷ്യമിട്ടത് രാമന്റെ ജന്മസ്ഥലത്തെ ക്ഷേത്രം തകർക്കണമെന്ന് ആഗ്രഹിച്ചത്, ആ രാമനെ ഞാൻ തോൽപ്പിച്ചാൽ ഈ നാടിന്റെ സംസ്കാരം, ഈ നാടിന്റെ വൈദികം, ഈ നാടിന്റെ പാരമ്പര്യം, ഈ നാടിന്റെ വിശ്വാസം, ഈ നാടിന്റെ ആചാരമെല്ലാം എന്റെ രാഷ്ട്രത്തിന് കീഴിൽ അടിമപ്പണി ചെയ്യുമെന്ന വൃഥാബോധത്തിൽ നിന്നാണ് രാമക്ഷേത്രം തകർക്കുവാൻ ബാബർ തയ്യാറായത്. അതൊരു മതത്തിനെതിരായ പോരാട്ടമായിരുന്നു. പക്ഷേ ആ പോരാട്ടത്തിൽ ഈ നാടിന്റെ ദേശീയ ജനത നിരന്തരം പോരടിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 25-26 തലമുറകളായി. ഇന്ന് ആ ക്ഷേത്രം വരുമ്പോൾ അത് ഈ നാടിന്റെ സാംസ്കാരിക സ്വത്വത്തിന്റെ തിരിച്ചുവരവാണ്, അത് ഈ നാടിന്റെ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. അത് കേവലം ഒരു ക്ഷേത്ര നിർമ്മാണമല്ല. അപ്പോൾ മുഴുവൻ ഭാരതത്തിലെയും ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന്റെ അവസാനത്തെ ആഘാതത്തിന് നേതൃത്വം കൊടുക്കുവാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തെ പ്രേരിതരായ ജനസമൂഹം തയ്യാറായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യജനകമാണ്. ക്ഷതമില്ലാത്ത, നാശമില്ലാത്ത രാമകഥകളും രാമമന്ത്രവുമായി അക്ഷരവുമായി നാം വീടുകൾ കയറുകയാണ് നാളെ മുതൽ. അങ്ങനെ ഈ നാടിന്റെ സ്വത്വബോധത്തെ, ഈ നാടിന്റെ തനിമയെ, ഈ നാടിന്റെ പാരമ്പര്യത്തെ വീണ്ടും വളർത്തിയെടുക്കുന്നതിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ സാധിക്കും. ഈ നാടിന്റെ യഥാർത്ഥമായ തനിമയെ കുറിച്ച് ജനം ചിന്തിക്കുന്നു. ഭാരതം എന്ന പേരിനോട് എതിർപ്പുള്ളവർ രംഗത്ത് വരും. എന്തുകൊണ്ട് ഭാരതം എന്ന പേരിനെ എതിർക്കണം? ഈ ഹിമാലയം മുതൽ തെക്ക് സമുദ്രം വരെയുള്ള ഈ പ്രദേശം ഭാരതഭൂമിയാണ് എന്നതിന് വേറെ തെളിവുകളൊന്നും ആവശ്യമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളിലും ഭാരതമുണ്ട്. പക്ഷേ ഈ ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ ഭാരതം എന്നതിന്, പക്ഷേ ഈ ഭാരതം എന്ന് പറയുവാൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നത് എന്തുകൊണ്ട്? ഈ ഭാരതം എന്ന പേര് പറയുമ്പോൾ ഭരതൻ ഭരിച്ചൊരു നാടാണിത്. ആ ഭരതനാവട്ടെ ഇച്ഛാശക്തിയുള്ളവനായിരുന്നു, കരുത്തുള്ളവനായിരുന്നു, നിർഭയനായിരുന്നു. ഈ ഭാരതമാകട്ടെ ഭാഷയിൽ ലഭിക്കുന്നതാണ്, വിജ്ഞാനത്തിൽ അറിവിൽ ആനന്ദിക്കുന്നതാണ് ഈ നാട്. ഈ ഭാരതമാകട്ടെ എല്ലാത്തരം പൗരാണികമായ കലകളുടെയും ശാസ്ത്രത്തിന്റെയും, ഈ ഭാരതമാകട്ടെ എല്ലാത്തരം വൈദ്യത്തിന്റെയും എല്ലാത്തരം ആരോഗ്യത്തിന്റെയും, ഈ ഭാരതമാകട്ടെ എല്ലാത്തരം പരിഷ്കാരങ്ങളുടെയും എല്ലാത്തരം സംസ്കാരങ്ങളുടെയും നാടാണ് എന്റെ ഭാരതം എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ ആർക്കാണ് വേവലാതിപ്പെടുന്നത്? അവരെന്തിനാണ് വേവലാതിപ്പെടുന്നത്? അവര് വേവലാതിപ്പെടുന്നത് വെറുതെയല്ല. അവർ ഈ നാട് ശക്തിപ്പെടുന്നത് ആഗ്രഹിക്കാത്തവരാണ്. അവർ ഈ നാട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ നാട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ഈ നാട് വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഥിലമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവര് പറയുന്നത് കേട്ടാൽ സർവ്വസാധാരണക്കാരന് വേണ്ടിയാണ് അവർ പറയുന്നത് തോന്നും. കമ്മ്യൂണിസം എന്നാണ് അവർ പറയുക. കമ്മ്യൂണിസം നടക്കാത്ത സ്വപ്നമാണ്, എടുക്കാത്ത ചരക്കാണ് എന്ന് ലോകം തള്ളിക്കളഞ്ഞപ്പോൾ അവർ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ കടന്നു കയറുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ നമ്മുടെ കുടുംബബന്ധങ്ങളിൽ മുള്ളലുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ താലി പൊട്ടിക്കാൻ പറയുന്നു, അവർ പരസ്യമായി ചൂണ്ടിക്കാൻ പറയുന്നു, അവർ ഈ നാടിന്റെ പാരമ്പര്യത്തെ വെല്ലുവിളിക്കാൻ പറയുന്നു. അവർ ഈ നാട്ടിൽ ചെയ്യുന്നതെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ് എന്ന പ്രചാരം നടത്തി അവർ ഈ നാടിന്റെ ധാരാള വേരുകളെ ഓരോന്നായി അളത്തുവാക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ഈ നാട് വളരുന്നത് ഇഷ്ടമല്ല എന്ന് ഉറപ്പാക്കുന്നു. അവരുടെ കൂടെ എല്ലാ കാലവും ഭാരതത്തിനെതിരാണ് എന്ന് പലപ്പോഴായി ഗ്രഹിച്ചവർ വീണ്ടും അവർ ഈ സാംസ്കാരിക മേഖലകളിലൂടെ മുമ്പോട്ട് വരുന്നു.
അവരെന്തിനാണ് ഭാരതം എന്ന പേരിനെ ഭയക്കുന്നത്? അവരെന്തിനാണ് രാമക്ഷേത്രത്തിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അവരെന്തിനാണ് ഗ്രാമാന്തരങ്ങൾ ഉണർന്നു വരുന്ന ഈ ജനകീയമായ സദാചാര ബോധത്തിന്റെ ഈ കൂട്ടായ്മകളെ നിമിഷനേരം കൊണ്ട് ഇല്ലാതെയാക്കാമെന്ന് വൃഥാ വ്യാമോഹിക്കുന്നത്? അവരേത് സ്വർഗത്തിലാണ്, ഏത് മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് അവർ തന്നെ ചിന്തിക്കണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം 100 വർഷത്തിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നോട് ഒരു പ്രവർത്തകൻ രാവിലെ ചോദിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം 100 വർഷം തികയുമ്പോൾ ആഘോഷങ്ങളോ ആഡംബരങ്ങളോ ഒന്നും ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടില്ല. മറിച്ച് നമ്മുടെ സംഘപ്രവർത്തനം എല്ലാ ഗ്രാമങ്ങളിലും വ്യാപകമായി ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തകർ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അത്തരം പ്രവർത്തകരെ കൂട്ടി ഗ്രാമാന്തരങ്ങളിൽ ശാഖയുടെ പ്രവർത്തനം ശക്തമാക്കുകയും ഗ്രാമങ്ങളിൽ സദാചാര ബോധമുള്ള, ഗ്രാമങ്ങളിൽ ദേശസ്നേഹമുള്ള ക്ഷേത്രങ്ങളും ശ്മശാനങ്ങളും എല്ലാ സമൂഹം ജനങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കുവാൻ പറ്റുന്നതായ സാഹചര്യം എപ്പോഴാണോ നമ്മുടെ ഗ്രാമീണ സമൂഹത്തിൽ ഉണ്ടാകുന്നത്, അതാണ് സാമാജികമായ സമരസത ഉണ്ടാവുക. അപ്പോൾ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് സാമാജികമായ സമരസത സൃഷ്ടിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടിയിരിക്കും. ഇനിയും മാറിയിട്ടില്ലാത്ത, മനസ്സിനെ ബാധിച്ചിട്ടുള്ള അസമത്വത്തിൻ്റെതായ, ജാതിബോധത്തിൻ്റെതായ ഏതെങ്കിലും കണികകൾ സമാജത്തെ ഭിന്നമാക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇറങ്ങിച്ചെന്ന് സാമാജികമായ സമരസത സൃഷ്ടിക്കുവാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർക്ക് കഴിയണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘം വിശ്വമായി വ്യാപിച്ചുകൊണ്ടിരിക്കും. രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന സനാതന ധർമ്മത്തിന്റെ ആശയാദർശങ്ങൾ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനം നമ്മളുടെ കുടുംബസങ്കല്പമാണ്. ഒരു കുടുംബമായി ജീവിക്കുവാനും ഒരു കുടുംബമായി ജീവിച്ചുകൊണ്ട് തന്നെ ലോകത്തെ ആകെ പരിവർത്തനം ചെയ്യുവാനും നാം നടത്തിയ കാലാതീതമായ പരിശ്രമങ്ങളാണ് ഈ